വിശുദ്ധരുടെ വഴിയേ നമുക്കും നടക്കാം. ജീവിതം മുഴുവൻ ദൈവത്തിനായി നൽകാം. ഇന്റർനെറ്റിലെ വിശുദ്ധൻ, ജീൻസും ടീഷർട്ടുമിട്ട മാലാഖ. ലണ്ടൻ നഗരത്തിൽ 1991 മെയ് 3 നമ്മുടെ കഥാനായകൻ ജനിക്കുന്നത്. പേര് കാർലോ അക്യൂട്ടിസ്. പിന്നീട് ഇറ്റലിയിലെ മിലാനിലേക്ക് ചേക്കേറിയ അവനെ കണ്ടാൽ ഒരു സാധാരണ കൗമാരക്കാരനെയും പോലെ തന്നെയായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന, വീഡിയോ ഗെയിമുകളിൽ ഹരം കണ്ടെത്തുന്ന, കമ്പ്യൂട്ടർ കോഡിംഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാധാരണ പയ്യൻ. പക്ഷേ ആ ജീൻസിനും ടീഷർട്ടിനും ഉള്ളിൽ ജ്വലിച്ചു നിന്നത് അസാധാരണമായ ഒരു ദൈവസ്നേഹമായിരുന്നു. കാർലോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ കമ്പ്യൂട്ടർ പരിജ്ഞാനമായിരുന്നു. ഇന്റർനെറ്റ് പാപത്തിന്റെ വഴിയല്ല, മറിച്ച് സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ആധുനിക വഴിയാണെന്ന് അവൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. 11-ാം വയസ്സിൽ തന്നെ ലോകമെമ്പാടുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കോർത്തിണക്കി അവൻ സ്വന്തമായി ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു. ദിവ്യകാരുണ്യമാണ് സ്വർഗത്തിലേക്കുള്ള എന്റെ ഹൈവേ എന്നതായിരുന്നു അവന്റെ ആപ്തവാക്യം. എന്നാൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പർശിക്കുന്നതും പ്രചോദനം നൽകുന്നതുമായ സംഭവം അവന്റെ മരണശേഷം മാത്രമാണ് ലോകം അറിഞ്ഞത്. കാർലോ മിലാനിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും തന്റെ പോക്കറ്റ് മണി മിച്ചം വെച്ച് വാങ്ങിയ ഭക്ഷണവും പുതപ്പുകളും തെരുവിലെ പാവങ്ങൾക്ക് രഹസ്യമായി നൽകുമായിരുന്നു. സ്കൂളിൽ ഭീഷണി നേരിടുന്ന കുട്ടികൾക്കും ഭിന്നശേഷിക്കാരായ കൂട്ടുകാർക്കും അവൻ എന്നും ഒരു കാവൽക്കാരനായിരുന്നു. അവൻ മരിച്ചപ്പോൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വലിയൊരു ജനക്കൂട്ടം എത്തിയിരുന്നു. അവരിൽ ഭൂരിഭാഗവും മിലാനിലെ തെരുവുകളിൽ അന്തിയുറങ്ങിയിരുന്ന പാവപ്പെട്ടവരായിരുന്നു. കാർലോയുടെ വീട്ടുകാർക്ക് പോലും അറിവില്ലാതിരുന്ന ഒരു രഹസ്യമായിരുന്നു അത്. തന്റെ മകൻ തങ്ങൾക്ക് അപരിചിതരായ ഇത്രയധികം മനുഷ്യരുടെ കണ്ണീരൊപ്പിയ ഒരു സ്നേഹമായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. തന്റെ 15-ാം വയസ്സിൽ 2006 അപ്രതീക്ഷിതമായി ലുക്കീമിയ എന്ന രോഗം അവനെ പിടികൂടി. വേദന കൊണ്ട് പുളയുമ്പോഴും അവൻ ഡോക്ടർമാരോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്നവർ ഈ ലോകത്തുണ്ട്. തന്റെ സഹനങ്ങൾ മുഴുവൻ മാർപ്പാപ്പയ്ക്കും സഭയ്ക്കും വേണ്ടി അവൻ കാഴ്ചവെച്ചു. ഒടുവിൽ 2006 ഒക്ടോബർ 12 അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ മരണം അവനൊരു അവസാനമായിരുന്നില്ല. അവന്റെ മധ്യസ്ഥതയിൽ ബ്രസീലിലെ ഒരു കുട്ടിക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതോടെ സഭ അവനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2025 ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ അത് യുവജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വലുതാണ്. വിശുദ്ധനാകാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്ത്രധാരണമോ ഗുഹയിലെ ജീവിതമോ ആവശ്യമില്ല. മറിച്ച് ഇന്റർനെറ്റ് യുഗത്തിലും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നു കൊണ്ട് വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്ന് കാർലോ തെളിയിച്ചു. എല്ലാവരും ഒറിജിനലായി ജനിക്കുന്നു, എന്നാൽ പലരും ഫോട്ടോ കോപ്പികളായി മരിക്കുന്നു എന്ന കാർലോയുടെ വാക്കുകൾ ഇന്ന് ഓരോ യുവജനങ്ങളോടും പറയുന്നത് ഒന്നു മാത്രം: മറ്റുള്ളവരെ അനുകരിക്കാതെ ദൈവം നിനക്ക് തന്ന കഴിവുകൾ ഉപയോഗിച്ച് നിന്റേതായ രീതിയിൽ നീയും ഒരു വിശുദ്ധനാകുക.